ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം എഴുതുകയാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ ഒരു പ്രൈവറ്റ് കമ്പനി. ഉപഗ്രഹം നിർമ്മിക്കുകയും വിജയകരമായി അത് വിക്ഷേപിക്കുകയും ഈ കമ്പനി ചെയ്തു. വിക്ഷേപണം വിജയമായതോടെ വീണ്ടും ഉപഗ്രഹം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണ് HEX-20 എന്ന കമ്പനി. 5, 4, 3, 2, 1, ignition. Lift off of the Falcon 9. Go SpaceX, go Stream 2013. Stage 1 propulsion is nominal. Vehicle is pitching downrange. HEX-20 എന്ന സ്വകാര്യ കമ്പനി ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു ഉപഗ്രഹം നിർമ്മിക്കുന്നു. തിരുവനന്തപുരത്തെ തന്നെ മരീൻ കോളേജിൽ കൺട്രോൾ റൂം ഉണ്ടാക്കി ബഹിരാകാശത്ത് വിജയകരമായി വിക്ഷേപണം നടത്തുന്നു. ടീം അംഗങ്ങൾക്ക് അത് ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ്. ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് നിർമ്മിച്ച പല കുട്ടികളും 20-25 വയസ്സിൽ പ്രായം ജസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്ത് അവരുടെ ആ ഇൻസ്പിറേഷൻ വെച്ച് അവരെ ഗൈഡ് ചെയ്ത് നമുക്കൊരു പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിലായിരുന്നു നമ്മുടെ വിജയം. സ്പേസ് എക്സിൻ്റെ ലോഞ്ച് പാഡിൽ നിന്നാണ് ട്രാൻസ്പോണ്ടർ 13 എന്ന് പറയുന്ന വെഹിക്കിളിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2 മാസം ഏകദേശം 2 മാസത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ലോഞ്ച് ചെയ്യപ്പെടാൻ. സോ ആ ഒരു 2 മാസത്തെ കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് 16-ാം തീയതിയാണ് നമ്മുടെ ലോഞ്ച് നടക്കുന്നത്. അത് ലോഞ്ച് ചെയ്ത് അത് പുറത്ത് പോയി ഡിപ്ലോയറിൽ നിന്ന് പുറത്ത് പോയ ആ ഒരു ആദ്യമായിട്ട് നമ്മൾ അത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തത് ഇറ്റ്സ് എ സ്പെഷ്യൽ ജേർണി. ഭാരതപ്പുഴയെയും ടെക്നോ പാർക്കിലെ കെട്ടിട സമുച്ചയത്തെയും ഓർമ്മിപ്പിക്കുന്ന നിള എന്നാണ് ഉപഗ്രഹത്തിന്റെ പേര്. നാല് ഫൗണ്ടേഴ്സ് വെച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത്. അനുരാഗ് സർ, അരവിന്ദ് സർ, ലോയിഡ് സർ ആൻഡ് അമിൽ സർ. ഇവർ 4 പേരുടെ ഒരു ബ്രെയിൻ ചൈൽഡാണ് HEX-20. അപ്പോൾ നമ്മൾ ആദ്യം എക്സിസ്റ്റിംഗ് ടെക്നോളജീസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പേസ് സെക്ടറിലേക്ക് വന്നത്. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ ക്യൂബ് സാറ്റ്സ് തന്നെ ടാർഗറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശരിക്കും സാറ്റലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്യാപിറ്റൽ വേണം, നല്ല മാൻ പവറും റിക്വയർഡ് ആണ് സാറ്റലൈറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ. കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വേണം. സോ കസ്റ്റമർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കൊരു പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും സ്പേസിലേക്ക് എത്തിപ്പിച്ച് അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡേറ്റയും കളക്ട് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, ഒരു സിമ്പിൾ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബ് സാറ്റ്സ് ആണ്. നമ്മളാകുമ്പോൾ കുറച്ചുകൂടി ലെസ് മാൻ പവറാണ്, ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എന്നാലും കാര്യം സാധിച്ചു കിട്ടും. ജർമ്മൻ പഠനോപകരണവുമായി പറന്നുയർന്ന ഉപഗ്രഹം വിജയത്തിലെത്തിയതോടെ കൂടുതൽ നേട്ടങ്ങൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് HEX-20 ടീം അംഗങ്ങൾ. 24 തിരുവനന്തപുരം.